കായംകുളം കല്ലുമൂട് റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കായംകുളം ഡിവൈഎസ്പി ബിനുകുമാർ ടി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം കല്ലുമൂട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കായംകുളം ഡിവൈഎസ്പി ബിനുകുമാർ ടി ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിലെ എല്ലാ മലയാളികളും ഒന്നടങ്കം ആഘോഷിക്കുന്ന ഏറ്റവും വലിയൊരു ദേശീയ ഉത്സവമാണ് ഓണം. അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, മറ്റൊരു വിവേചനവുമില്ല. നമ്മുടെ ആർജിച്ചെടുത്ത ഏറ്റവും വലിയൊരു ആർഷഭാരത സംസ്കാരത്തിന്റെ തനതായിട്ടുള്ള ഉടമകളാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ നിന്നും ഓരോ വർഷവും നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കി കൊടുക്കുന്ന പുതിയൊരു തത്വം എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം ഒന്നാണ്, ഒരു മനസ്സുള്ളവരാണ്, ഒരേ വിവേകമുള്ളവരാണ് എന്നുള്ളതാണ്. 1500 BC ആര്യന്മാര് ഇന്ത്യയിൽ കുടിയേറി പാർക്കുമ്പോൾ ഇവിടെ 4 ജാതികളെ ഉള്ളൂ. ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് ജനിച്ച ബ്രാഹ്മണനും, ഷോൾഡറിൽ നിന്ന് ജനിച്ച ക്ഷത്രിയനും, തുടയിൽ നിന്ന് ജനിച്ച വൈശ്യനും, കാലിൽ നിന്ന് ജനിച്ച ശൂദ്രനും. അത് 1500 BC 500 വർഷം കൂടെ കഴിഞ്ഞപ്പോ ഈ 4 ജാതി 40,000 ജാതിയായി. അതെല്ലാം അന്ന് ഈ ഓരോ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ജാതികൾ ഉദയം ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്ന സ്വാമി വിവേകാനന്ദൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചൊല്ല് പറയുന്നത്, കേരളത്തിൽ വന്ന 2 പ്രാവശ്യമേ ഉള്ളൂ. എന്നിട്ടും ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വിളിച്ചത് കേരള ഈസ് എ ലൂണാറ്റിക് അസൈലം എന്ന, കേരളം ഒരു ഭ്രാന്താലയമാണെന്നും. എന്തുകൊണ്ട് കേരളത്തെ ഇങ്ങനെ ഒരു ഭ്രാന്താലയം എന്ന് വിളിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് നടമാടിയിരുന്ന ഏറ്റവും വലിയൊരു അന്ധകാരം അല്ലെങ്കിൽ അന്ധവിശ്വാസം, ദുരാചാരം എന്നറിയപ്പെടുന്നത് ഈ ജാതി സമ്പ്രദായം മാത്രമേ ഉള്ളൂ. ഇന്ത്യക്ക് തനതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന്റെ ഇടയിലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കുറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ ജാതി സമ്പ്രദായം. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ വിശേഷിപ്പിക്കുമെങ്കിലും ഒരു കാലഘട്ടത്ത് ഈ ജാതീയ സമ്പ്രദായം ഏറ്റവും കൂടുതൽ ദുഷ്കരമായിരുന്നു. സവർണരെന്നും അവർണരെന്നും 2 ജാതിക്കാർ. ഈ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും ഏറ്റവും പ്രശ്നമുള്ള ജാതി, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ഒരു വിദേശി തന്നെ എഴുതിയ, വിദേശിയുടെ പേര് വില്യം ലോഗനാണ്. വില്യം ലോഗൻ രചിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആധികാരിക ഗ്രന്ഥം മലബാർ മാനുവൽ എന്നുള്ള ഗ്രന്ഥം. ഇതിൽ പറയുന്നത് വർഷത്തിൽ 360 ദിവസമുണ്ട്. അസോസിയേഷൻ പ്രസിഡന്റ് KM നവാസ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സെക്രട്ടറി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പ്രഭാഷകനായ K അംബുജാക്ഷൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഡ് കൌൺസിലർ T രഞ്ജിതം സമ്മാനദാനം നിർവഹിച്ചു. M ഷെരീഫ്, അനു ചന്ദ്രൻ, ബീന കെ ദാസ്, ബിജു മാത്യു, ഗിരിജ സുഗതൻ, D പ്രകാശ്, സെൽവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ട്രഷറർ K സന്തോഷ് കുമാർ കൃതജ്ഞത പറഞ്ഞു. ഓണാഘോഷത്തോടും കുടുംബസംഗമത്തോടും അനുബന്ധിച്ച് നിരവധി കലാപരിപാടികളും നടന്നു. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തലിന് ശേഷം കുട്ടികളുടെ കലാമത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. CD നെറ്റ് ന്യൂസ്, കായംകുളം.